Hi friends, welcome to Garam Masala, the magic spices of cooking. വാനില പുഡിംഗ്. ഇന്ന് നമുക്ക് വാനില പുഡിംഗ് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗ് ആണിത്. ഇതിനു വേണ്ട ചേരുവകൾ: പാൽ 1 ലിറ്റർ, പഞ്ചസാര 1/2 കപ്പ്, കോൺ സ്റ്റാർച്ച് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 പിഞ്ച്, എഗ് യോക്ക് 3 മുട്ടയുടേത്, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് 3 മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കോൺ സ്റ്റാർച്ച് ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇതിനെ തിക്കാക്കി എടുക്കേണ്ടത്. നമ്മുടെ പുഡിംഗ് മിക്സ്ചർ തിക്കായി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിക്സ്ചറിന്റെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറിനെ നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. മെൽറ്റ് ആകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ്ചറിനെ പുഡിംഗ് ബൗളിലോട്ട് ഒഴിക്കാം. ഇതിനെ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് വാനില പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഇതിന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ്, ഡേറ്റ്സ് ഇവയെല്ലാം കൊണ്ട് ഗാർണിഷ് ചെയ്യാം. നമുക്കിത് തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.